ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ 250 പേരുള്ള ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാനാവില്ല. ലോക്സഭ 5 വർഷം കൂടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഭരണമാറ്റമുണ്ടാവുകയും ചെയ്യും. പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങൾ ചേർന്നാണ്. അതിൽ രാജ്യസഭയ്ക്ക് സ്വാധീനമില്ല. രാജ്യസഭാ അംഗങ്ങൾ മന്ത്രിമാരായി വരും എങ്കിൽ പോലും രാജ്യസഭയ്ക്കല്ല ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള, പ്രധാനമന്ത്രിയെ നിയമിക്കാനോ നിയന്ത്രിക്കാനുമുള്ള അധികാരം. പക്ഷേ ബില്ലുകൾ പാസ്സാക്കാനുള്ള, പ്രത്യേകിച്ച് സാധാരണ ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കാൻ ലോക്സഭയെ പോലെ തന്നെ ചുമതല രാജ്യസഭയ്ക്കുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യസഭയിലെ ഇന്നത്തെ അംഗസംഖ്യ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ എന്ന ഒരു സന്ദേഹം പല കേന്ദ്രങ്ങളിലും ഉയരുന്നത്. നമുക്കതേക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാം. 250 അംഗങ്ങളിൽ നിലവിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷത്തിന് 13 സീറ്റിന്റെ കുറവുണ്ട്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 250-ൽ 125 ഭൂരിപക്ഷം എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും നിലവിൽ രാജ്യസഭയിൽ ഏതാനും ഒഴിവുകളുണ്ട്. 20 സീറ്റിൽ ഒഴിവുകളുണ്ട്. അതിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ 4 സീറ്റ്, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാതെ അവിടുത്തെ സീറ്റുകൾ ഫില്ല് ചെയ്യാനാവില്ല. അപ്പോൾ ഉടനടി ഫില്ല് ചെയ്യേണ്ട 11 സീറ്റുകളുണ്ട്. അതിൽ തന്നെ 4 സീറ്റുകൾ ഈ വിദഗ്ധന്മാരെ നിയമിച്ച പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 സീറ്റുകളുണ്ടല്ലോ. അത് രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളെ, പക്ഷേ ഭരണകൂടത്തെ സഹായിക്കുന്ന ആളുകളെ, ഇപ്പം സച്ചിൻ തെണ്ടുൽക്കറെ ഒക്കെ പോലെയുള്ള ആളുകളെ രാജ്യസഭയിൽ കൊണ്ടുവന്നത് നമുക്കറിയാമല്ലോ. അപ്പം അതുപോലെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു 12 സീറ്റുകളുണ്ട്. അതിൽ 4 സീറ്റുകൾ ഒഴിവാണ്. അപ്പം നിലവിൽ 130 സീറ്റോളം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഇപ്പോൾ വേണ്ടത് 113 സീറ്റ് ആണ് വേണ്ടത്. 226 സീറ്റാണ് ഇപ്പോൾ 225, 226 സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ രാജ്യസഭ അംഗങ്ങളായി. അപ്പോൾ അതിൻ്റെ കൃത്യം പകുതി എന്ന് പറയുന്നത് 113 സീറ്റാണ്. ഇപ്പോൾ നിലവിൽ 101 സീറ്റുകൾ മാത്രമേ ഉള്ളൂ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. അതിനർത്ഥം 12-13 സീറ്റുകളുടെ കുറവ് അവിടെ ഉണ്ട്. ഈ കുറവ് എങ്ങനെ ഉണ്ടായി? ഈ കുറവുണ്ടായത് റിട്ടയർമെന്റ് കാരണവും അത് വേക്കൻസി ഫില്ല് ചെയ്യാതിരിക്കുന്നത് കാരണവുമാണ്. എക്കാലത്തും ഈ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, മുൻകാലങ്ങളിലും കുറവുണ്ടായിരുന്നു. ഈ കുറവ് പരിഹരിച്ചിരുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പം വിവാദ ബില്ലുകൾ ഒക്കെ വരുമ്പോൾ, വിവാദ ബില്ലുകൾ ഒരുപക്ഷെ പലർക്കും യോജിക്കാനാവാത്ത ബില്ലുകളാണ്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ടയിലുള്ളതും വിവാദപരമായ ബില്ലുകളും ഈ നിഷ്പക്ഷരായ കക്ഷികൾക്ക് പോലും അത് ബാലികാറാമലയാകുന്നതുമായ ചില ബില്ലുകൾ, ആ ബില്ലുകൾ പാസ്സാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം, 2 മാർഗങ്ങളാണുള്ളത്. ഒരു മാർഗം എന്ന് പറയുന്നത് ആ ബില്ലിനെ ഒരു മണി ബില്ലായിട്ട് അങ്ങോട്ട് മാറ്റുക. എന്താണ് ഈ മണി ബില്ല്? മണി ബില്ല് എന്ന് പറയുന്നത് ധനകാര്യപരമായ, സാമ്പത്തികമായ പണം ചെലവാക്കുകയോ റേസ് ചെയ്യുകയോ ചെയ്യുന്നതുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ഒരു ബില്ലിനെ പറയുന്ന പേരാണ് മണി ബിൽ. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ തീരുമാനിക്കേണ്ടത് ലോക്സഭയുടെ സ്പീക്കറാണ്. നമുക്കറിയാം, ലോക്സഭയുടെ സ്പീക്കർ BJPയുടെ നേതാവായ ഓം ബിർളയാണ്. അപ്പോൾ ഓം ബിർള പൂർണ്ണമായും BJPയുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന നേതാവുമാണ്. അപ്പോൾ ഓം ബിർള തീരുമാനിക്കും ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ. പ്രകടമായി സാമ്പത്തികമായ പ്രത്യേകമായ ഒരു പരാമർശവും ഇല്ല എങ്കിൽ പോലും ഇതൊരു മണി ബില്ലാണ്, 1 രൂപയുടെ എങ്കിലും വരവോ ചെലവോ ഉണ്ടെങ്കിൽ അതിനെ മണി ബില്ലായിട്ട് കൂട്ടാം. മണി ബില്ലാണേലുള്ള ഗുണം എന്താണ്? ആ ബില്ല് ലോക്സഭയിൽ മാത്രം പാസ്സാക്കിയാൽ മതി. രാജ്യസഭയ്ക്ക് പരമാവധി 2 ആഴ്ച കാലത്തേക്ക് മണി ബില്ലുകൾ തടഞ്ഞു വയ്ക്കാം. അതിനെതിരെ പാസ്സാക്കിയാലും മണി ബില്ലിനും പരാജയപ്പെടുന്നു എന്ന് വെച്ചോ, രാജ്യസഭയിൽ പരാജയപ്പെടുന്നു, ഭൂരിപക്ഷം പ്രതിപക്ഷാംഗങ്ങളും അതിനെതിരെ വോട്ട് ചെയ്യുന്നു, പരാജയപ്പെടുന്നു എങ്കിൽ പോലും 15-ാം ദിവസം മണി ബില്ല് പാസ്സാകും. ബജറ്റ് നമുക്കറിയാം, ബജറ്റ് പ്രതിപക്ഷത്തിന്, രാജ്യസഭയിൽ പക്ഷേ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും ബജറ്റ് അട്ടിമറിക്കാനാവില്ല. പരമാവധി 15 ദിവസത്തേക്ക് തടഞ്ഞു വെക്കാൻ കഴിയും. അത് സാരമില്ല, 15 ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി പാസ്സാകും, പാസ്സായതായി പരിഗണിക്കപ്പെടും. ഇങ്ങനെയാണ് ഒരു മാർഗം. മറ്റൊരു മാർഗമെന്ന് പറയുന്നത്, ഭൂരിപക്ഷമില്ലാതെ വരുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാത്ത ചില പാർട്ടികളെ അവരെ വലവീശി പിടിക്കാറുണ്ട്. അവർ തന്ത്രപരമായി വിട്ടുനിന്നുകൊണ്ട്, ചിലപ്പോൾ സഹായിച്ചുകൊണ്ടും ചിലപ്പോൾ തന്ത്രപരമായി വിട്ടുനിന്നുകൊണ്ടും സഹായിക്കുന്നുണ്ട്. പ്രതിപക്ഷ ഓർക്കൂ, ദ്രൗപദി മുർമുവിൻ്റെ തെരഞ്ഞെടുപ്പിനെ നോക്കൂ. ദ്രൗപദി മുർമുവിൻ്റെ തെരഞ്ഞെടുപ്പ്, ഒറീസക്കാരിയാണ് ദ്രൗപദി മുർമു.
പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും മെമ്പേഴ്സാണ്. അതോടൊപ്പം തന്നെ രണ്ടിടത്തും ഇല്ലാതെ നിൽക്കുന്ന ബിജു ജനതാദളിനെ പോലെ YSR കോൺഗ്രസ് പാർട്ടിയെ പോലെ ഉള്ള കക്ഷികൾക്കും രാജ്യസഭയിൽ അംഗത്വമുണ്ട്, ലോക്സഭയിൽ അംഗത്വം ഉണ്ടാകും. ഇവരെല്ലാം തന്ത്രപരമായി പല നിലപാടുകൾ സ്വീകരിക്കും. ദ്രൗപദി മുർമുവിന്റെ കാര്യത്തിൽ ഒറീസയിലെ BJD ഒറീസക്കാരിയായ ദ്രൗപദി മുർമുവിന് അനുകൂലമായി വോട്ട് ചെയ്തു അല്ലെ, പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടല്ല, ദ്രൗപദി മുർമുവിന് അനുകൂലമായി നിന്നു. ഇതുപോലെ തന്നെ പല സമയത്തും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പല സമയത്തും ഈ NDAക്ക് ഭൂരിപക്ഷമില്ലാതെ വന്നപ്പോൾ രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കാൻ സഹായിച്ചത് YSR കോൺഗ്രസ് ആണ്. ആന്ധ്രാപ്രദേശിലെ അവർക്ക് 9 അംഗങ്ങളുണ്ട് ഇപ്പോൾ. അതുപോലെ ബിജു ജനതാദളിന് 9 അംഗങ്ങളുണ്ട്. രാജ്യസഭയിലെ ബിജു ജനതാദളിന്റെ 9 അംഗങ്ങൾ കഴിഞ്ഞ 2 തവണ INDA മുന്നണിയിലെ അംഗങ്ങളോടൊപ്പം വോക്കൌട്ടിൽ പങ്കെടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചു. INDAയുടെ ഭാഗമല്ല ബിജു ജനതാദൾ, NDAയുടെ ഭാഗവുമല്ല ബിജു ജനതാദൾ. ഇത്രയും കാലം NDA തന്ത്രപരമായി സഹായിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്ന നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ ഇപ്പോൾ തന്ത്രപരമായി ഒന്നുകിൽ വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല, പക്ഷേ ഫലത്തിൽ BJP അവിടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21-ൽ 20 സീറ്റും BJP നേടി. ശേഷിച്ച 1 സീറ്റ് കോൺഗ്രസ് ആണ് നേടിയത്. ബിജു ജനതാദൾ അവിടെ വട്ടപൂജ്യമായി മാറി. അതുകൊണ്ട് ബിജു ജനതാദളിന്റെ 9 രാജ്യസഭാ MP-മാർ എടുക്കാൻ പോകുന്ന നിലപാട് വളരെ നിർണായകമാണ്. അതുപോലെ YSR കോൺഗ്രസിന്റെ MP-മാർ, രാജ്യസഭ MP-മാർ എടുക്കാൻ പോകുന്ന നിലപാടും വളരെ പ്രസക്തമാണ്. INDAക്ക് 87 മാത്രമേ ഉള്ളൂ. 87 പേരെ വെച്ചുകൊണ്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ മറ്റ് കക്ഷികളെല്ലാം കൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു ഏതെങ്കിലും തന്ത്രപരമായ ചില പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ ഇന്ത്യ മുന്നണിയോട് സഹകരിച്ചാൽ രാജ്യസഭയിലെ ചർച്ചകൾ കൊഴുക്കും. രാജ്യസഭയ്ക്ക് ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ബില്ല് തടയാനാവില്ല. ഒരു ഭരണ പ്രതിസന്ധി, ഡെഡ്ലോക്ക് ഉണ്ടാകും. ഡെഡ്ലോക്ക് ഉണ്ടായാൽ അതിന് നേട്ടം NDAക്ക് തന്നെയാണ്. കാരണം ഒരു ജോയിന്റ് സെഷൻ കൂടാം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം, സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്ന ആ സംയുക്ത സമ്മേളനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. അപ്പം അഡ്വാൻറ്റേജ് എപ്പോഴും NDAക്ക് തന്നെയാണ്, സംശയമില്ല. പക്ഷേ കുറച്ചുകൂടി ശക്തമായി ലോക്സഭയിൽ വർദ്ധിച്ച ശക്തിയുള്ള പ്രതിപക്ഷം 234, അത് ചില്ലറ നമ്പറല്ല, അത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടിയോളമാണ്. അത്രയും ശക്തമായ പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ രാജ്യസഭയിലും അതിശക്തമായ പ്രതിപക്ഷ സ്വരങ്ങൾ ഉയരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ വരുന്നത് കൂടുതൽ സീറ്റുകൾ വരാൻ പോകുന്നത് NDAക്ക് തന്നെയാണ്. അതുവരെയുള്ള കാലത്ത് ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള ഡിസ്കഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും മന്ത്രിമാർക്ക് രാജ്യസഭയിൽ. അതൊരു വളരെ വലിയ കാര്യമാണ്. ഒരുപക്ഷെ കൂലങ്കഷമായ ചർച്ചകൾ രാജ്യസഭയിൽ ഉണ്ടാകും. കാരണം രാജ്യസഭയുടെ ഉദ്ദേശം തന്നെ എങ്ങനെയാണ്? സീനിയർ മെമ്പേഴ്സിനെ ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ്. രാജ്യസഭ എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭയെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ആരാണ് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. പലപ്പോഴും സീനിയർ നേതാക്കളെ അതത് പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ നിന്നും ജയിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. ചിലപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും, ഇപ്പം നമ്മൾ കണ്ടതാണ് ശ്രീധരൻ പിള്ളയെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്നു. അതുപോലെ V. മുരളീധരനെ BJP മറ്റൊരു സംസ്ഥാനത്തു നിന്നും വിജയിപ്പിച്ച് കൊണ്ടുവന്നു, നമ്മൾ കണ്ടതാണ്. അതുപോലെ സോണിയാഗാന്ധിയെ ഇപ്പോൾ ജയിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസ് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പാർക്കിംഗ് ലോട്ടാണ്. ഇവിടെ പാർക്കിംഗ് ലോട്ട് എന്ന് പറയുമ്പോഴും വളരെ ഇൻഫോംഡ് ഡിസ്കഷൻസിനുള്ള ഒരു വേദിയാണത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ബില്ലുകൾ സംസാരിക്കുമ്പോൾ രാജ്യസഭാ അംഗങ്ങളുടെ നിലപാടും അഭിപ്രായവും രാജ്യം സാഗുതം കേൾക്കും. വിജയിക്കുന്നത് എപ്പോഴും ഭരണപക്ഷമായിരിക്കും, ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടായിരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ മനസാക്ഷി ഉണരാൻ രാജ്യസഭയിലെ ഇൻഫോംഡ് ഡിസ്കഷൻസിന് സാധിക്കും എന്നതുകൊണ്ടാണ് രാജ്യസഭയിലും വർദ്ധിച്ചു വരുന്ന പ്രതിപക്ഷ സാന്നിധ്യം ഭരണപക്ഷത്തിന് അലോസരമുണ്ടാക്കും. ജനാധിപത്യ പ്രക്രിയയിൽ അതിശക്തമായ പ്രതിപക്ഷം ഇതാ ജനിച്ചിരിക്കുന്നു. ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും പ്രതിപക്ഷ സ്വരം ഉയരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ജനാധിപത്യത്തിൻ്റെ കൊടി ഉയരത്തിൽ പാറുമെന്ന് നിസ്തർക്കം നമുക്ക് പറയാം.